നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓ, ഇതിനൊക്കെ നീ മാത്രമുള്ള ഈ വീട്ടില്? ഞാൻ മാത്രല്ല, അമ്മയും യാമിനിയും ജോലിക്കാരി ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ വെജിറ്റബിൾ കട്ടിംഗ് അല്ല, പരദൂഷണാവും നടന്നത്. എന്റെ നിധി, നീ നന്നായിട്ട് ഉറങ്ങണം. നാളെ ഒരുപാട് ജോലിയുള്ളതാ. എന്ത് ജോലി? അതൊക്കെ താലികെട്ട് കഴിഞ്ഞ് നിന്റെ ചെവിയിൽ ഞാൻ പറഞ്ഞുതരാം. അതോ ഇപ്പൊ തന്നെ പറയണോ? അമ്മേ, എനിക്ക് ഉറക്കം വരുന്നു. അമ്മയും കിടന്നോളൂ. അമ്മ? ഞാനോ? ശരി അമ്മേ, നിഖിലിനെയും കൂട്ടി രാവിലെ തന്നെ ഇങ്ങോട്ട് വരണം കേട്ടോ. മോളെ, ഇങ്ങനെ ചന്ദ്രയോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. പാറു, നിധി വിട്ടു. അയ്യോ അയ്യോ, അമ്മ ഫോൺ വെച്ചു. ആണോ? സാരമില്ല. അമ്മേ, ഞാൻ ഒന്നുകൂടെ വിളിക്കാം. അമ്മ ഉറങ്ങി കാണും. ഫോൺ കട്ട് ചെയ്താ ഉടനെ ഉറങ്ങോ? നിന്റെ അമ്മ സ്വിച്ച് ഇട്ടാൽ ഉടനെ ഉറങ്ങുന്ന പാവേ മറ്റോ ആണോ? തായിങ് ഇങ്ങത്താ, അമ്മയെ തന്നെയാണല്ലോ വിളിച്ചത്. നിധി പാറന്റെ എങ്ങനെ രക്ഷപ്പെട്ടു? ഇല്ലടാ, ഇതുവരെ അവളെ രക്ഷപ്പെട്ടിട്ടില്ല. ഇന്നൂര് രാത്രി കൂടി നിനക്ക് കാത്തിരിക്കാൻ വയ്യടാ. അത് പിന്നെ ഞാൻ വെറുതെ ഒരു ഗുഡ് നൈറ്റ് പറയാനായിട്ട്. ശരി ശരി, നീ താഴേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ പാറു? നീ വാ, ബാക്കി നേരിട്ട് പറയാം. അമ്മേ, വല്ലാത്ത ക്ഷീണം, ഞാൻ കിടന്നോട്ടെ. ഇത്തിരി കൂടി വെയിറ്റ് ചെയ്യ്, ഞാൻ നിന്നെ താരാട്ട് പാടി ഉറക്കാം. ഇതെവിടെ പോകുന്നു? രാത്രി സമയത്ത് ഗൗതം ഇന്ന് നിധിയെ കാണാൻ പോവാണോ? എങ്കിൽ വസുന്ധരാന്റിയെ വിളിച്ചുണർത്തി രണ്ടിനും പൊളിച്ചടുക്കണം. നീ ഇവിടെ കൂടി ഇന്ന് പുറത്തു പോയില്ലേ? പോയി. അതിനു മുമ്പ് നിങ്ങൾ മൊബൈലില് പരസ്പരം ചാറ്റ് ചെയ്തില്ലേ? ചെയ്തു. അതിനു മുമ്പ് നിനക്ക് പാചകം ചെയ്യാൻ ഇവള് ട്രെയിനിങ് തന്നില്ലേ? തന്നു. അതിനു മുൻപ് നീ ഇവൾക്ക് സാരിയും നെക്ലേസും ഒക്കെ വാങ്ങിക്കൊടുത്തില്ലേ? കൊടുത്തു. ഇന്ന് പകല് മുഴുവൻ നിങ്ങൾ ഒരുമിച്ചായിരുന്നില്ലേ? ആയിരുന്നു. എന്നിട്ടും പറഞ്ഞു തീരാത്ത എന്ത് വിശേഷാടാ നിങ്ങൾക്ക് ഈ പാതിരാത്രി പറയാനുള്ളത്? വസുന്ധരാന്റിയെ വിളിക്കേണ്ടി വരില്ല, പാർവതി ആന്റി തന്നെ രണ്ടിനും പൊളിച്ചെടുക്കുക. ഇവന് പറയാൻ വയ്യെങ്കിൽ നീ പറ. ഈ പാതിരാത്രി നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത്? ഈ കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ തന്നെ മാറ്റിമറിക്കല്ലേ. സമുദ്ര ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുക. 50 വർഷത്തിനുള്ളിൽ ഒരുപാട് കടൽ തീരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് വാർത്ത. അതിന് കടലിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ പ്രോപ്പർട്ടികളൊക്കെ ഉടനെ വിറ്റ് കളയണമെന്നാണ് നിധിയുടെ അഭിപ്രായം. പാറുവിന്റെ അഭിപ്രായം എന്താ? അതെ, പ്രോപ്പർട്ടി വിൽക്കോ വിൽക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ വിഷയം അതല്ല. പിന്നെന്താ? ബീച്ചൊക്കെ മുങ്ങി പോകുന്നതിന് മുന്നേ എനിക്ക് ബീച്ചിലൂടെ രാത്രി നടക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കായിരുന്നു ഞങ്ങള്. അഹങ്കാരി, സ്വന്തം അമ്മയമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മാത്രം വളർന്നു. നാളെ നിങ്ങളുടെ താലി കെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോക്കോ, എനിക്ക് ഒരു വിരോധമില്ല. അതിനു മുമ്പ് ബീച്ച് മുങ്ങിയപ്പോ എന്ത് ചെയ്യും പാറു? അങ്ങനെ മുങ്ങിയാലേ അത് വിധിയാണെന്ന് കരുതി അങ്ങ് സമാധാനിച്ചാ മതി. എനിക്ക് നിങ്ങളെ ഒരു വിശ്വാസക്കുറവില്ല മക്കളെ. പക്ഷെ ഈ രാത്രി നിങ്ങൾ ബീച്ചിലൊന്നും പോണ്ട. പ്രൈവസി വേണമെങ്കിൽ ഈ ഹാളിലിരുന്ന് നിങ്ങൾ എത്ര വേണമെങ്കിലും സംസാരിച്ചോ.
പക്ഷെ അസമയത്ത് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് വസു കാണരുത്. അമ്മ ഉറങ്ങി പാറു. വസു ഉറങ്ങിയാലും അവള് കൊണ്ട് നടക്കുന്ന ആ വേതാള ശിവാനിക്ക് ഉറക്കല്ല മക്കളെ അവൾക്ക്. ആ ആ പിശാചിന്റെ കണ്ണിപ്പെടാതെ സൂക്ഷിച്ചോ. ഞങ്ങള് വീടിന്റെ പുറത്തുനിന്ന് സംസാരിച്ചോളാം പാറു. ദേ, രണ്ടുപേർക്കും കൂടി മാക്സിമം 1/2 മണിക്കൂർ തന്നിരിക്കുന്നു. അതിനു മുൻപ് വന്ന് കിടന്നോണം. ആ, അത് രാവിലെ എഴുന്നേക്കേണ്ടതാ. അമ്മ ശരി പാറു. എന്റെ ചക്കര പാറുക്കുട്ടി. വാ, വാ, വാ. ആ, വേഗം വരാവേ. ഞാൻ വേതാളമാണല്ലേ? ശരി, ഈ വേതാളം താലി കെട്ടി മുടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേക പൂജകൾ ചെയ്ത താലിയില്ലാതെ എങ്ങനെ ചടങ്ങ് നടക്കുന്നു ഞാൻ കാണട്ടെ. താലിയോടെ പോയി. താലി എന്നെക്കാളും മുന്നേ വസുന്ധരാന്റി പൊക്കിയോ അതോ പാർവതി എന്നെ അതെടുത്ത് ഇവിടുന്ന് മാറ്റിയോ? ഇത് ശരിയാവുന്നില്ലല്ലോ. യാമിനി മോളെ, എന്നെ വിളിച്ചോ? ഞാൻ ഗൗതമിനല്ല യാമിനിയാ വിളിച്ചേ. അവള് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ആ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു ഞാൻ അവളെ പറഞ്ഞു വിട്ടു. ആഹാ, പാവം കുട്ടി, ചടങ്ങിന് മുമ്പ് അവൾക്ക് ഒരുങ്ങണ്ടേ. ഓഹോ, എങ്കിലേ എനിക്ക് ഈ സാരിയുടെ ഞൊറി എടുക്കണം. ഗൗതം വന്ന് എടുത്തു തരുമോ? പിന്നെന്താ, ഞൊറി എടുക്കുന്നതിൽ ഞാൻ എക്സ്പേർട്ട് അല്ലേ. അപ്പൊ ഒരുപാട് പേർക്ക് ഞൊറി എടുത്തു കൊടുത്ത് പരിചയമുണ്ടല്ലേ? ആ, അങ്ങനെയോ? ഒരുപാട് പേർക്കൊന്നുമില്ല, എന്നാലും ഒരാൾക്ക് ഞൊറി എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒരാൾക്കോ? സത്യം പറഞ്ഞു, ഏതവളാ അവള്? ആ? നിങ്ങൾ ഞൊറി എടുത്തു കൊടുത്തത് ഏതവൾക്കാന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അത് പിന്നെ പാറുവിന്. ഓ, പാറൂസിനാണോ? എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഞൊറി എടുത്തു കൊടുത്താലേ പാറു സാരി ഉടുക്കുമായിരുന്നുള്ളൂ. ഏ? പാവം, ഞാൻ സ്കൂളിൽ പോയാൽ തിരിച്ചു വരുന്നതും കാത്ത് പൂമുഖവാതുക്കൽ പൂന്തിങ്കളായിട്ട് നിൽക്കും. എന്നെ കാണുമ്പോ ആ മുഖത്തെ സന്തോഷം ഒന്ന് കാണണം. എന്തിനാ പാറു എന്നെ കാത്തു നിൽക്കുന്നറിയോ? ഭക്ഷണം തരാനായിരിക്കും. ഏയ് അല്ല, സാരി ഉടുക്കാൻ. ഏ? ഞാൻ ഞൊറി എടുത്തു കൊടുത്താലേ പാറു സാരി ഉടുക്കത്തുള്ളായിരുന്നു. ഓ, എന്റെ ദൈവമേ, എന്റെ സാരിയുടെ ഞൊറി പിടിക്കാൻ വേണ്ടി ഇത്രയും വലിയ തള്ളു വേണോ? ഇതെന്തേ കാണിക്കുന്നേ? ഗൗതം എടുത്താ ശരിയാവില്ല. യാമിനെ വിളിക്ക്. പറ്റില്ല, എന്റെ ഭാര്യയുടെ സാരി ഞാൻ തന്നെ ശരിയാക്കും. ഇത് ഗൗതം, ഇത് അയച്ചിട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ. സാരി അടിക്കണ്ട. ഇത് അയ്യോ, വിട്. വിട്, വിടാൻ. എന്താ അകത്ത് നടക്കുന്ന വസ്ത്രാക്ഷേപം? കൈയെടുക്കാൻ. ഞാൻ ജീവിച്ചിരിക്കും ഇതൊന്നും ഇവിടെ ഞാൻ അനുവദിക്കില്ല. നിധി എന്നെ വിളിച്ചോ? നിന്നെ അല്ല, യാമിനിയെ വിളിച്ചത്. യാമിനിന്ന് വിളിച്ചപ്പോ ഞാൻ കേട്ടത് ശിവാനിന്നാ. അതുകൊണ്ടാ ഞാൻ ഓടി വന്നേ. എന്താ നിധി വേണ്ടത്? ഞാൻ സാരിക്ക് ഞൊറി എടുക്കാൻ വേണ്ടി വിളിച്ചതാ. ഓഹോ, അതിനെന്താ, ഞാൻ എടുത്തു തരാലോ. വേണ്ട, ഇവിടെ സാരി ഉടുപ്പിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്. നീ പോയിട്ട് ഇനി ഞങ്ങളുടെ മണിയർ ഒരുക്കാൻ വേണ്ടി വന്നാ മതി. സ്ഥലം വിട്, പോ 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 പോ. മണിയറ, നിങ്ങൾ ഒന്നിക്കാൻ വസുന്ധരാന്റി സമ്മതിക്കില്ല. ഞാനും